ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഉദ്ധിതനായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മെയ് 31 ശനിയാഴ്ച തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. മറിയം ഗർഭിണിയായ എലിസബത്തിനെ സന്ദർശിക്കുന്നതും തുടർന്ന് ശക്തനായ ദൈവത്തിന് മറിയം സ്വസ്ത്രഗീതം ആലപിക്കുന്നതുമാണ് ഇവിടുത്തെ സന്ദർഭം. ഇവ രണ്ടിലും നാം കാണുക ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവർത്തനങ്ങളെയാണ്. സമൂഹം അവജ്ഞയോടെ നോക്കിയ 2 സ്ത്രീകളായിരുന്നു മറിയവും എലിസബത്തും. മറിയം വിവാഹത്തിനു മുൻപ് ഗർഭിണിയായതുകൊണ്ട് ജനം അവളെ അവജ്ഞയോടെ നോക്കി. എലിസബത്ത് ആകട്ടെ തൻ്റെ വാർദ്ധക്യകാലത്താണ് ഗർഭിണിയാവുക. യൗവനത്തിൽ ഗർഭിണിയാകാത്തത് കണ്ട ജനം ഇവൾ ശപിക്കപ്പെട്ടവളെന്ന് വിലയിരുത്തി. കാരണം കുട്ടികൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇങ്ങനെ ജനം തരം താഴ്ത്തിയവരൊക്കെ ദൈവം ഇന്നത്തെ സുവിശേഷത്തിലൂടെ വാനോളം ഉയർത്തുന്നു. ഈ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നാണ് ഇന്ന് ലോകരക്ഷകനായ ഈശോ ജനിച്ചത്. ഈ എലിസബത്തിൽ നിന്നാണ് ധീരപ്രവാചകനായ സ്നാപയോഹന്നാൻ ജനിച്ചത്. ഈ മഹത്വമേറിയ ദൈവവത്വതയുടെ രുചി അനുഭവിച്ചുകൊണ്ടാണ് പരിശുദ്ധ മറിയം ദൈവത്തിന് സ്വസ്ത്രഗീതം ആലപിക്കുക. ഒറ്റവാക്കിൽ നമുക്ക് ഈ ഗീതത്തെ ചുരുക്കാം: അവർ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ദ പുവർ. നമ്മുടെ ദൈവം പാവങ്ങളുടെ ദൈവമാണെന്ന രീതിയിൽ എളിയവരെയും വിശക്കുന്നവരുമൊക്കെ തൻ്റെ കൈവളയിൽ പൊതിഞ്ഞു പിടിച്ച് അവരെയൊക്കെ അനുഗ്രഹിക്കുന്ന, സംരക്ഷിക്കുന്ന, ഉയർത്തുന്ന ദൈവമാണ് നമുക്കുള്ളത്. സമ്പന്നരുടെയും ശക്തന്മാരുടെയും ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരുടെയും ഒക്കെ പ്ലാനിൽ തകിടം മറിച്ച് അവരെ ചിതറിക്കുന്ന ഒരു ദൈവം. വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ മൊത്തം ഇത്തരത്തിലുള്ള കഥകളാണ്. എന്തിനേറെ, പിതാവായ ദൈവത്തിൻ്റെ സ്വപുത്രനായ യേശു പോലും പിറന്നു വീഴുക ഈ ഒരു ദാരിദ്ര്യത്തിലേക്കാണ്, ഒരു കാലിത്തൊഴുത്തിൽ. സ്നേഹം നിറഞ്ഞവരെ, പിതാവായ ദൈവം നിന്റെയും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ മറിയത്തെയും എലിസബത്തിനെയും കണക്ക് അനുഗ്രഹം വർഷിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കെട്ടൊഴിഞ്ഞ നമ്മുടെ ജീവിതത്തെ വീണ്ടും കോർത്തുനിൽക്കാൻ കെൽപ്പുള്ളവനാണ് ദൈവമെന്ന് നീ കരുതുന്നുണ്ടോ? ഒരു കഥ പ്രകാരമാണ് കപ്പലപകടത്തിൽ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ ഒരാൾ എന്നും അവൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും: ഈ ഏകാന്ത ദ്വീപിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ആരും രക്ഷിക്കാൻ എത്തിയുമില്ല. ഒടുവിൽ ഇങ്ങനെ കാത്തിരുന്ന് മടുക്കുമ്പോൾ ആ ദ്വീപിൽ അവനൊരു കൊച്ചുകുടിൽ പണിതു. സ്വന്തം എന്ന് കരുതിയൊക്കെ അവനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ശേഖരിച്ചു വെച്ചു. ഒരു നാൾ അവനിങ്ങനെ ഭക്ഷണം അന്വേഷിച്ച് പോയി മടങ്ങിയെത്തുമ്പോൾ കാണുക തൻ്റെ കുടിൽ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പുക ആകാശത്തേക്ക് ഉയരുന്നത് കണ്ട് തൻ്റെ ദുർവൃത്തിയെ ഓർത്ത് ദൈവത്തോട് അവനിങ്ങനെ കയർത്തു: ദൈവമേ, നിനക്ക് എങ്ങനെ തോന്നി എന്നോടത് ചെയ്യാൻ? എൻ്റെ അവസാനത്തെ അഭയവും നീ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഇങ്ങനെ കരഞ്ഞവൻ തളർന്നുപോയി. പിറ്റേ ദിവസം അവൻ എണീക്കുമ്പോൾ തീരത്തണിഞ്ഞ ഈ കപ്പൽ കണ്ടുകൊണ്ടാണ് അവൻ എണീക്കുന്നത്. തൻ്റെ അടുത്തേക്ക് നടന്നു വന്ന് കപ്പിത്താൻ അവനോട് സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്: ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? നീ ആകാശത്തേക്ക് ഉയർത്തിയ പുകയുടെ അടയാളം ഞങ്ങൾ കണ്ടു. കപ്പിത്താൻ്റെ മറുപടി കേട്ട് അവൻ്റെ കണ്ണ് വീണ്ടും നനഞ്ഞു, ദൈവത്തോടുള്ള കൃതജ്ഞത കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവപരിപാലനയുടെ വിചിത്ര വഴികൾ പലപ്പോഴും നമുക്ക് അജ്ഞാതമാണ്. When life shatters your dreams, your first duty is to find the Lord. ജീവിതം സ്വപ്നങ്ങളെ കശക്കിയേറുമ്പോൾ ഒരാളുടെ പ്രഥമ ധർമ്മം എന്നത് ആ ദുരന്ത കയത്തിലും ദൈവത്തെ കണ്ടെത്തുക എന്നതാണ്. പരിശുദ്ധ കന്യകാമറിയവും എലിസബത്തുമൊക്കെ ഇതാണ് ചെയ്തത്. തങ്ങളുടെ ദുരന്ത കയത്തിലും അവർ ദൈവത്തോട് ചേർന്ന് അങ്ങേയറ്റം ഭക്തിയുള്ളവരായി നിന്നു. യേശു പോലും ദൈവത്തോട് പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ പാനപാത്രം എടുത്തു മാറ്റണമെന്ന്. പക്ഷെ അവസാനം യേശു പറയുക, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ എന്ന്. ഇന്ന് സുവിശേഷവും നമ്മോട് ആഹ്വാനം ചെയ്യുക ഇത് തന്നെയാണ്. നീ എളിയവനും വിശക്കുന്നവനും അടിച്ചമർത്തപ്പെട്ടവനുമൊക്കെ ആയിരിക്കാം. ആ നിനക്ക് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിന്റെ ദൈവം പാപങ്ങളുടെ ദൈവമാണെന്ന്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാം വാക്യം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ദൈവം നമ്മെ ഒരുപാട് ഇങ്ങനെ തകർച്ചയുടെ ഈ നടുവിലേകനായി അലയാൻ വിടുന്നത് അവിടുത്തെ ഒരു വിചിത്രമായ ഒരു രീതിയാണ്. അത് നമ്മുടെ വിശ്വാസത്തെയും ഭക്തിയും ഒക്കെ ഇങ്ങനെ പരീക്ഷിക്കാനും പരിശോധിക്കാനുമാണ്. ഈ ഒരു ടെസ്റ്റിൽ പാസ്സായാൽ പിന്നെ നമ്മൾ ഇങ്ങനെ അനുഗ്രഹങ്ങൾ തുടർച്ചയായ ഒരു മഴ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വർഷിക്കപ്പെടും. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും പാവങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവ് കൂടെയുണ്ടെന്ന ചിന്തയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ച് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് തിരികെ കൃതജ്ഞതയുള്ളവരായി നമുക്ക് ജീവിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതം നമുക്ക് മാതൃകയായിട്ട്. കാരുണ്യവാനായ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.